ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് സോഹോ ബുക്സിലെ റിപ്പോർട്ട്സ് കസ്റ്റമൈസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നമുക്ക് ഏത് റിപ്പോർട്ടാണെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫീൽഡ് ആഡ് ചെയ്ത് നമുക്കതിനൊരു ഫിൽറ്റർ കൊണ്ടുവരുന്നത് പോലെ നമുക്ക് ആ റിപ്പോർട്ടിനെ പ്രസൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, നമ്മളിപ്പം ഒരു സെയിൽസ് ബൈ ഐറ്റം എന്നുള്ള റിപ്പോർട്ടാണ് നോക്കുന്നത്. ഏതെങ്കിലും റിപ്പോർട്ട് എല്ലാ റിപ്പോർട്ടിനും സെയിം കസ്റ്റമൈസേഷൻ ആണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ മോർ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നമുക്ക് ജനറലിൽ വരുന്നുണ്ടാവുക ഡേറ്റ് റേഞ്ച് മാറ്റാനായി. ദിസ് മന്ത് നമുക്ക് ദിസ് ഇയറിലേക്കോ പ്രീവിയസ് ഇയറിലേക്കോ അല്ലെങ്കിൽ കസ്റ്റം ഡേറ്റിലേക്കോ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. ഈ ഒരു റിപ്പോർട്ടിന് നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈനെയോ അല്ലെങ്കിൽ കസ്റ്റമർ നെയിമിനെയോ കാറ്റഗറിനെയോ ബേസ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ബൈ എന്നുള്ളത് കൊടുത്താൽ അത് വരും. കമ്പയർ വിത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റേനെ പ്രീവിയസ് ഇയറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രീവിയസ് പീരീഡിലേക്കോ കമ്പയർ ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അങ്ങനെ കമ്പയർ ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തൊരു റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടും. ദെൻ അഡ്വാൻസ്ഡ് ഫിൽറ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നമുക്ക് ഇത്രയും ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ റിപ്പോർട്ട്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ മാത്രം സെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ഐറ്റം നെയിം എന്ന് കൊടുത്തിട്ട് ഈസിൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ ആ ഐറ്റം നമ്മളിവിടെ കൊടുക്കുക. S22 അൾട്ര എന്നുള്ള ഐറ്റത്തിൻ്റെ ഒരു സെയിൽസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ട് ഇവിടെ കിട്ടും. ഈ അടുത്ത് നമുക്ക് സെയിൽസ് പോയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ദർ വാസ് നോ സെയിൽസ് ഡ്യൂറിങ് ദ സെലക്ടഡ് റേറ്റ് റേഞ്ച് എന്ന് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഐറ്റം നെയിം അല്ലാതെ ഇനിയും ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. യൂസേജ് യൂണിറ്റ്, കസ്റ്റമർ നെയിം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ മാത്രം നമുക്ക് സെയിൽസ് കാണുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഈസി എന്ന് കൊടുത്തിട്ട് നമ്മൾ ആ കസ്റ്റമറുടെ നെയിം ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം അവർക്ക് പോയിട്ടുള്ള എല്ലാ സെയിൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോജക്ട്സ് നെയിം, നമ്മൾ ആഡ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് ടാഗ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ആ റിപ്പോർട്ടിംഗ് ടാഗിൻ്റെയും പ്രോജക്റ്റിനെയും ഒക്കെ നമ്മൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു റിപ്പോർട്ടിംഗ് ടാഗ് മാത്രം നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന പർട്ടിക്കുലർ പ്രൊജക്റ്റ് ആ ഒരു റിപ്പോർട്ടിംഗ് ടാഗിൻ്റെ നമുക്ക് കിട്ടും. പലരും ചോദിക്കുന്നുണ്ടാവും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ഡിവിഷൻ വൈസ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മളൊരു ഒരു റിപ്പോർട്ടിംഗ് ടാഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ടാഗ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ മോർ കസ്റ്റമൈസേഷനിൽ വന്നിട്ട് ആ റിപ്പോർട്ടിംഗ് ടാഗ് ഈസിന്ന് വന്ന് നമ്മളവിടെ കൊടുത്തിട്ട് റൺ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ റിപ്പോർട്ട്സും കസ്റ്റമൈസ് ചെയ്യുന്നത് ഈ അഡ്വാൻസ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട്. അടുത്തൊരു കോളമാണ് ഷോർ ഹൈഡ്. നമ്മൾ തന്നിരിക്കുന്ന ഫസ്റ്റ് വിൻഡോയിൽ പ്രസൻറ്റ് ചെയ്യാതെ ഹൈഡ് ആയിട്ടിരിക്കുന്ന കോളംസ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കോളം നമുക്ക് നമ്മുടെ റിപ്പോർട്ട്സിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പം അതിവിടേക്ക് ആഡായി വന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ റൺ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ടിലേക്ക് ആ ഒരു കോളം കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ടാവും. അതാണ് ആ ഒരു റിപ്പോർട്ടിങ് ആ ഒരു ഷോർ ഹൈഡ് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഐറ്റം ടൈപ്പും കൂടെ ഉണ്ട് ഇവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്.